സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ പരാബോള ഫിറ്റിംഗ്, സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റിംഗ്, രണ്ട് ടൈപ്പ് ഫിറ്റിംഗ് ആണ് പഠിച്ചത്. അതിൻ്റെ തന്നെ പല മോഡൽസ് ഉണ്ട്. എക്സ്പോണൻഷ്യൽ മോഡൽ, പവർ മോഡൽ, അങ്ങനെ പല മോഡൽസ് ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയും. അതും ഒരു ടൈപ്പ് ഓഫ് ഫിറ്റിംഗ് ഓഫ് എ കർവ് ആണ്. അപ്പോൾ അവിടെ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച മോഡലിനകത്ത് ഇപ്പോൾ പരാബോള ആണെന്നുണ്ടെങ്കിൽ a + bx + cx സ്ക്വയർ എന്നായിരുന്നു, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ a + bx അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് വരുന്നത് രണ്ട് വേരിയബിൾസ് വരും. x1 x2 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് വരും. അതിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ കോഎഫിഷ്യൻസ് എഴുതുന്നത്. അപ്പം മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ വരുമ്പം നമ്മൾ എറർ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ഈ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എററിനൊരു ഇക്വേഷൻ കിട്ടും. y - a - bx - cx2. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എററിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി എറേഴ്സിനെ നമുക്ക് മിനിമം ആക്കണം. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി എറേഴ്സിനെ മിനിമം ആക്കാൻ നമ്മൾ ആദ്യമേ എററിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, സം ഓഫ് എറേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. അതിനെ ഞാൻ മിനിമം ആക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്തു. പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി കോഎഫിഷ്യൻസ് a, b ആൻഡ് c. ഒന്നാമത് ഞാൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു a ചെയ്തപ്പോൾ എനിക്കൊരു ഇക്വേഷൻ കിട്ടി. വിത്ത് റെസ്പെക്ട് ടു b ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. c ചെയ്യുമ്പോഴും ഒരു ഇക്വേഷൻ കിട്ടും. അതിനെ മിനിമം ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെട്രിക്സ് ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. തന്നിരിക്കുന്ന ഇക്വേഷൻ y = a + bx1 + cx1 ആണ്. സോ ആദ്യത്തെ ഇക്വേഷൻ അത് കണക്ക് തന്നെ എഴുതുക. y = സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഹലോ സർ, കാണുന്നില്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഇല്ല സർ, ബ്ലാങ്ക് ആയി കിടക്കുക. കാണാം സർ, ഇപ്പൊ പോയി. ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തതാ. സന്ദീപ് ഇപ്പൊ കാണാവോ? സന്ദീപ്? ആ സർ, കാണാം കാണാം കാണാം. ആ ശരി ശരി. ആ സർ കാണാം. അപ്പം ഇവിടെയും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ്റെ കേസിലും പരാബോളയുടെ കേസിലും ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ എഴുതുക. സിഗ്മ y = a എന്ന് പറയുന്നിടത്ത് നമുക്ക് സിഗ്മ ഒന്നും ഇല്ലാത്തതുകൊണ്ട് a × n + b × സിഗ്മ x1 + c × സിഗ്മ x2 എന്ന് എഴുതുക. ആ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതുക. ആ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസിൻ്റെ കൂടെ മാത്രം നമ്മൾ സിഗ്മ ആഡ് ചെയ്തു. a മാത്രമുള്ള സ്ഥലത്ത് നമ്മൾ n × a എന്ന് എഴുതി. സിമിലർലി രണ്ടാമത്തെ ഇക്വേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തം ടേംസിനെയും x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്നിൻ്റെ അവിടെ നമ്മൾ x1 മൾട്ടിപ്ലൈ ചെയ്തു. സിഗ്മ x1 × a, സിഗ്മ x1 സ്ക്വയർ × b. ഇവിടെ x2 വരുന്നത് സിഗ്മ x1 x2 × c ആയി. ഈസ് ഈക്വൽ ടു സിഗ്മ x1 × y ആയി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ ചെയ്യേണ്ടത് x1 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക, സിഗ്മ x1 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ ഇക്വേഷൻ വരുമ്പം ഒന്നാമത്തെ ഇക്വേഷനെ സിഗ്മ x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിഗ്മ x2 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് 3 ഇക്വേഷൻസ് നേരത്തെ പോലെ നമ്മുടെ പാരാബോളയുടെ കേസ് കിട്ടിയത് കണക്ക് തന്നെ നമുക്ക് 3 ഇക്വേഷൻസ് വരും. ഇനി നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരുന്ന വാല്യൂസ് എന്ന് പറയുന്നത്
x1-ൻ്റെയും x2-ൻ്റെയും y-യുടെയും വാല്യൂസ് വരെ തരത്തുള്ളൂ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. x1, x2 ആൻഡ് അപ് ടു y. ഈ ടേബിളായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. ഇങ്ങനെ ഒരു ടേബിൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റയാണ് നമുക്ക് സ്മൂത്തൻ ചെയ്യേണ്ടത്. സ്മൂത്തൻ ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഡേറ്റയാണ്. ഈ ഒരു ഡേറ്റ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസിൽ എന്തൊക്കെ വേണം? സിഗ്മ x1 വേണം, സിഗ്മ y വേണം, സിഗ്മ x1 സ്ക്വയർ വേണം, സിഗ്മ x1 x2 വേണം, സിഗ്മ x2 സ്ക്വയർ വേണം, പിന്നെ സിഗ്മ x1 ഇൻറ്റു y, സിഗ്മ x2 ഇൻറ്റു y. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. സോ ആദ്യം ഞാൻ x1 സ്ക്വയർ കണ്ടുപിടിച്ചു, x2 സ്ക്വയർ കണ്ടുപിടിച്ചു, x1 x2 കണ്ടുപിടിച്ചു, x1y കണ്ടുപിടിച്ചു, x2y കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് ഉള്ള ഓരോ വാല്യൂസിൻ്റെയും സ്ക്വയേഴ്സും പ്രോഡക്റ്റും എല്ലാം കണ്ടുപിടിച്ചു. അതിൻ്റെ എല്ലാം സമ്മേഷൻ എടുത്തു. x1ൻ്റെ സമ്മേഷൻ എടുത്തു, x2ൻ്റെ എടുത്തു, y-യുടെ എടുത്തു, x1 സ്ക്വയറിൻ്റെ എടുത്തു, x2 സ്ക്വയറിൻ്റെ എടുത്തു, x1 x2ൻ്റെ എടുത്തു, x1 y-യുടെ എടുത്തു, x2 y-യുടെ എടുത്തു. ഇതിൻ്റെ എല്ലാം സമ്മേഷൻ കണ്ടുപിടിച്ചു. സമ്മേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ മെട്രിക്സിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n-ൻ്റെ വാല്യൂ 6 ആണ്, നമ്പർ ഓഫ് ടേംസ് 6 ആണ്. 1 2 3 4 5 6. n-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബാക്കി എല്ലാ വാല്യൂസും അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒരു മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ ഒരു ഇക്വേഷൻ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് എററും എറർ ഓഫ് എസ്റ്റിമേറ്റും എല്ലാം ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് അത് നമ്മൾ ടാബുലർ ഫോമിൽ ചെയ്താൽ മതി. തൊട്ട് മുമ്പത്തെ പരാബോളയുടെ ഇക്വേഷനിൽ നമ്മൾ ചെയ്തതുപോലെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ST/n-1. ST എന്ന് പറയുന്നതാണ് y മൈനസ് y ഡാഷ് ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ സമ്മേഷൻ, STയുടെ സമ്മേഷൻ ഡിവൈഡ് ബൈ n-1. ഇവിടെ നമുക്ക് എന്ത് വരും? y മൈനസ് y ഡാഷ് ദി ഹോൾ സ്ക്വയർ എന്നുള്ളടത്ത് y ഡാഷ് നമുക്കറിയാം, ഇതിൻ്റെ ആവറേജ് ടേമാണ്. y എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ് y. a പ്ലസ് ബി x1. നമുക്കിപ്പോൾ കിട്ടിയ a വാല്യൂ, b വാല്യൂ, x1 x2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y വാല്യൂ ഓരോ ടേബിളിലും ഓരോ ടേമിൻ്റെയും y വാല്യൂസ് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് എററും എറർ ഓഫ് എസ്റ്റിമേറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. ഇത് എല്ലാവർക്കും ക്ലിയർ ആയോ ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്? സംശയം വല്ലതും ഉണ്ടോ? ഓൾറെഡി നമ്മൾ പാരാബോളയുടെയും ലൈൻ്റെ ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു മോഡലിൻ്റെ ടൈപ്പാണ്, ലീനിയറൈസ് ചെയ്യാനുള്ളൊരു മോഡൽ. y = ax × e⁻⁵ എന്ന് പറയുന്ന മോഡൽ. നമ്മൾ നേരത്തെ പോലെ തന്നെ ലോഗ് എടുക്കും. ഇവിടെ ln a വരും, ln x വരും, bx × ln e വരും. സോ y = a പ്ലസ് x × bx. ഇതിനെ ഞാൻ നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ നമ്മുടെ ഫിറ്റിംഗ് സ്ക്വയേഴ്സ് ഓഫ് എറേഴ്സിൻ്റെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതി. ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ വേറെ നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കുക. y = a പ്ലസ് x × bx.
സിഗ്മ വൈ എഴുതുക, എ മാത്രം ഉള്ളിടത്ത് n ഇൻറ്റു എഴുതുക, എക്സ് ഉള്ളിടത്ത് സിഗ്മ എക്സ് എഴുതുക. ഇവിടെയും സ്മോൾ എക്സ് ആണ്, അപ്പോൾ സോ ബി ഇൻറ്റു സ്മോൾ സിഗ്മ എക്സ് എഴുതുക. ഓക്കെ, രണ്ടാമത്തെ കേസ് വരുമ്പോൾ സിഗ്മ ഇൻറ്റു സ്മോൾ എക്സ്, സിഗ്മ ഇൻറ്റു സ്മോൾ എക്സ് ബൈ എ ഇൻറ്റു സിഗ്മ സ്മോൾ എക്സ്, സിഗ്മ സ്മോൾ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എക്സ്, ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. ഇവിടെ എപ്പോഴും നമ്മൾ എഴുതേണ്ട എക്സ് വാല്യൂ എന്ന് പറയുന്നത് കോയിഫിഷ്യൻറ്റിൻ്റെ കൂടെ കിടക്കുന്ന എക്സ് വാല്യൂ ആയിരിക്കണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കോയിഫിഷ്യൻ്റെ കൂടെ കിടക്കുന്ന എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സ് ആണ്. സോ അതിന് വേണം താഴത്തെ ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഞാൻ അസൈൻമെൻറ്റ് തരാം. അസൈൻമെൻറ്റ് തരുന്നതിനകത്ത് ഞാൻ ഈ ക്വസ്റ്റ്യനും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇതിനകത്ത് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അസൈൻമെൻറ്റ് ഞാൻ ഉടനെ തരുന്നതായിരിക്കും. അതിനകത്ത് ഞാൻ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരും. ഇതും സെയിം മെത്തേഡ് കണക്കാണ്, ലീനിയറൈസ് ചെയ്യുന്ന ഒരു മോഡലാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കർവ് ഫിറ്റിങ്ങിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞു. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ്റെയും കർവ് ഫിറ്റിങ്ങിൻ്റെയും ഏരിയ കഴിഞ്ഞു. നമുക്കിനി അടുത്തതെന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നസീം, നസീം പോയോ? എല്ലാവരും മൊബൈൽ ഓൺ ആക്കിയിട്ട് അങ്ങ് പോവുകയാണോ? ഉണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഇപ്പം ഈ രണ്ട് മൊഡ്യൂളും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, മീനു? കുഴപ്പമില്ല. എല്ലാവർക്കും ഈ ഒരു എക്സാം ഞാൻ ഓപ്പൺ ബുക്ക് നടത്തിയത് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു. എല്ലാവരും അത് നല്ലോണം എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും 48-49 മാർക്കുണ്ട്. പക്ഷേ SA 3ക്ക് പക്ഷേ അത് പറ്റിയില്ലല്ലേ? ഇതുണ്ട് സാർ, SA3 കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ക്ലാസ്സിൽ കഴിയുമ്പോൾ പറയാം സാർ. എന്ത് പറ്റി? നോട്ട്സിന്റെ കാര്യത്തിലേക്ക് അതായത് മറ്റേ KTU നോട്ട്സില് മിക്കതും അതായത് ടോപ്പിക്ക് മൊത്തം കവർ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നു ചെറുവരൊക്കെ. ടോപ്പിക്ക് മൊത്തം പിന്നെ അത് ടോപ്പിക്ക് മൊത്തം കവർ ആവുന്നുണ്ടോ എന്ന് ഡൗട്ടാണ്. അല്ല, ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ ഇട്ടത്? ആ സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ കുറച്ചും കൂടി പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടതെന്നേ ഉള്ളൂ. അതല്ലേ പ്രശ്നം? അതൊരു ഹയർ ലെവൽ ആകുമ്പം നോട്ടിലെ മോഡൽ അല്ലായിരുന്നല്ലോ സാർ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്തെങ്കിലേ അത് ചെയ്യാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളായിരുന്നു. ആ ഏരിയ അത് ആ ഒരു ക്വസ്റ്റ്യനകത്ത് ഏരിയ വാല്യൂസ് പലത് തന്നായിരുന്നു. അതായത് കോളത്തിന്റെ ഏരിയ 3 ഏരിയ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യനകത്താണ് കുറച്ച് കട്ടി വരുന്നത്. മറ്റേ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചത് തന്നെയായിരുന്നു. കാര്യം ജോയിന്റിൽ വരുന്നത് മറ്റേ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചതായിരുന്നല്ലോ. ജോയിന്റിൽ വരുന്ന ആ ഒരു പോർട്ടൽ ഫ്രെയിം മെത്തേഡിൽ ചെയ്യുന്നത് അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാൻഡിലിവർ മെത്തേഡിനകത്ത് പല ഏരിയ തന്നതാണ് പ്രശ്നമായത്. പിന്നെ അതുപോലെ സെക്കൻഡ് മൊഡ്യൂള് ഏതാ സാർ? പക്ഷേ ഈ മിക്കുള്ളവർക്കും ക്ലിയർ ആയില്ലേ? എനിക്ക് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് മൊഡ്യൂൾ കുഴപ്പമില്ല, അത് ഇപ്പം സീരിയസ് അല്ലേ കഴിഞ്ഞുള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു പിന്നീടൊരു സെക്ഷൻ വയ്ക്കാം. കാരണം അധികം ടൈം കിട്ടത്തില്ല. മിസ്റ്റേക്ക് ഉണ്ടായോണ്ട് നമ്മൾ ഇപ്പം പറയുമ്പോ മനസ്സിലാവും, പക്ഷെ നമ്മളിൽ എഴുതാൻ നേരത്ത് ചിലപ്പോ ശ്രദ്ധിക്കത്തില്ല. നമ്മള് ഇത് മൊത്തം ചെയ്ത് നോക്കണം, വർക്കൗട്ട് ചെയ്ത് നോക്കിയാലേ നമുക്കത് ക്ലിയർ ആവത്തുള്ളൂ. കാര്യം അത്രയും ലെങ്തിയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു എങ്ങനെയായാലും ഒരു പ്രോബ്ലം ചെയ്യാൻ 1 മണിക്കൂർ എടുക്കും. അത്രയും ലെങ്തി ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്.
അത് SA3 നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞാലും ബോർഡിൽ ചെയ്യിച്ചാൽ പോലും അത് അക്യുറേറ്റ് എടുക്കാൻ കുറച്ച് പാടാണ്. കാരണം അത്രയും ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസാണ്. മെട്രിക്സ് മെത്തേഡും എല്ലാം ഒത്തിരി ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് ക്ലിയർ ചെയ്യാം. നമുക്കത് ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ വെക്കാം. ഓക്കെ സാർ. കുറേ പേർക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ട്, കുറച്ച് പേർക്ക് ഇച്ചിരി മാർക്ക് കുറവാണ്. കുറേ പേർക്ക് 45 ആ റേഞ്ചിൽ മാർക്കുണ്ട്, കുറച്ച് പേർക്ക് ഇച്ചിരി മാർക്ക് കുറവാണ്. നമുക്ക് ശരിയാക്കാം. നസീം പറഞ്ഞോ. ആ പോർട്ടൽ ഫ്രെയിമിന്റെ ഒക്കെ ആൻസർ സൊല്യൂഷൻ ഒക്കെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു സാർ. ചെയ്തപ്പം ഡൗട്ട് ആയിരുന്നു. അത് ഞാൻ നോക്കട്ടെ, ഞാൻ ചെയ്ത് പറയാം. സാർ SA3 ഈ KT നോട്ട് അല്ലാതെ വേറെ നല്ല നോട്ട് വേറെ നോട്ട്സ് എൻ്റെ ഉണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി കുറച്ചും കൂടി കൺഫ്യൂസിങ്. അതൊരു കുഴപ്പം. വേറെ നോട്ട്സ് ഉണ്ട്. അല്ല സാർ, എല്ലാ ഇപ്പൊ ഈ KT നോട്ടിലുള്ള എല്ലാം സിമ്പിൾ ആയിട്ടുള്ള, പക്ഷെ ആ യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ തമ്മില് കുറച്ചും കൂടെ ലെവല് കൂടിയതായിരുന്നു. ചെയ്തു നോക്കി. വേറെ എൻ്റെ കയ്യിലുള്ള നോട്ട്സും കൂടി ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഇപ്പം പഠിപ്പിച്ച മൊഡ്യൂൾസിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും മൊഡ്യൂളിൻ്റെ വേറെ കുറച്ച് നോട്ട്സ് എൻ്റെ ഉണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. പക്ഷെ അതും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളതാണ് ഒരു പ്രശ്നം. കാരണം നല്ല കട്ടിയാണത്. ഞാൻ അത് നോക്കിയിട്ട് ഞാൻ പറയാം എന്തായാലും. ശരി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത് കുറച്ച് എളുപ്പമായിരിക്കും, കാരണം നിങ്ങളിത് പണ്ട് പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. എന്താണ് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ഫിഗർ കാണിക്കാം. എപ്പോഴും ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു കർവിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതിന് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പീസസ് തമ്മിൽ നമ്മൾ സമ്മേഷൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഒരു കർവിൻ്റെ താഴെയുള്ള ഏരിയാസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഏരിയാസ് ഓരോ പീസുകളും ആഡ് ചെയ്താണ് നമുക്ക് ഫൈനൽ ഏരിയ കിട്ടുന്നത്. അതിനാണ് നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് വിത്തിൻ എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അതായത് x0 മുതൽ x0 പ്ലസ് NH വരെ fxനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. x0 എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും താഴത്തെ ലിമിറ്റ്, ലോവർ ലിമിറ്റ്. x0 പ്ലസ് NH എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻ്റർവെൽസും h എന്ന് പറയുന്നത് ഇൻ്റർവെൽ സൈസുമാണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻ്റർവെൽസും h എന്ന് പറയുന്നത് ഇൻ്റർവെൽ സൈസുമാണ്. അപ്പം ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സമ്മേഷൻ ഓഫ് സം ഏരിയാസ്. കുറേ ഏരിയാസ് തമ്മിൽ നമ്മൾ സമ്മേഷൻ ചെയ്യുന്നതിനാണ് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ട്രപ്പിസോഡൽ ഫോർമുല, സിംസൺസ് ഫോർമുല, ഇങ്ങനെ കുറച്ച് ഫോർമുലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് നിങ്ങൾ പഠിച്ചത്? ഓർമ്മ വരുന്നുണ്ടോ? കഴിഞ്ഞ സമയം മറ്റേ CPCT പഠിച്ചു, പിന്നെ സർവേയിലൊക്കെ പഠിച്ചു. സർവേയിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് പഠിച്ചത്? ട്രപ്പിസോഡലും സിംസൺസും. കട്ടിങ് ആൻഡ് ഫില്ലിങ്. അതെ. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയാസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ്റർവൽസായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ, അതല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനും നമ്മളിവിടെ ഇങ്ങനത്തെ ഇക്വേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ തന്നെയാണ്. കാരണം നമുക്ക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷന് നമ്മൾ പറയുന്ന ഇക്വേഷൻസിന് കോമൺ ആയിട്ട് പറയുന്ന പേര് ന്യൂട്ടൺ കോട്സ് ക്വാഡ്രേച്ചർ ഫോർമുല എന്ന് പറയും. ഓക്കെ, ന്യൂട്ടൺ കോട്സ് ഓപ്പൺ ക്വാഡ്രേച്ചർ ഫോർമുല എന്ന് പറയും. അപ്പം ന്യൂട്ടൺ കോട്സ് ക്വാഡ്രേച്ചർ ഫോർമുലയിൽ വരുന്ന 5 ഇക്വേഷൻസ് നമുക്കിവിടെ പഠിക്കണം. ഓക്കെ, അപ്പം അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ, നിങ്ങൾ ഇത്രയും വലിയ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ട്രപ്പിസോഡൽ റൂളാണ്. ട്രപ്പിസോഡൽ റൂളിൻ്റെ കൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഈ ഏരിയാസിനെ, ഈ കാണിച്ചിരിക്കുന്ന ഓരോ ഏരിയയും ഓരോ ട്രപ്പീസിയംസ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഓരോ ട്രപ്പീസിയത്തിൻ്റെയും ഇൻഡിവിജ്വൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യും.
അതാണ് ട്രപ്പീസോയിഡൽ റൂൾ. അപ്പോൾ അതിന് എന്താ ചെയ്യുന്നത്, ആദ്യം x0 to x0 plus h ആദ്യത്തെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ട്രപ്പീസിയമായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഇൻ്റർവൽ സൈസ് ഇൻറ്റു y0 പ്ലസ് ഹാഫ് ഓഫ് ഡെൽറ്റ y0. അതായത് ഒന്നുമില്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമുക്കറിയാം, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പം h/2 ഇൻറ്റു y0 പ്ലസ് y1 ആയിരിക്കും ഒന്നാമത്തെ ഇൻ്റർവൽ. y0യും y1 ആണ്. സോ ഹാഫ് ഓഫ് h/2 ഇൻറ്റു y0 പ്ലസ് y1. ഇനി രണ്ടാമത്തെ വരുമ്പം h/2 ഇൻറ്റു y1 പ്ലസ് y2. മൂന്നാമത്തത് y2 പ്ലസ് y3 ഇൻറ്റു h/2. അപ്പം ഓരോ ഇൻ്റർവെലിൻ്റെയും ഏരിയ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ടോട്ടൽ സമ്മേഷൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാണ്. n ഇൻ്റഗ്രൽസ് ഉണ്ട്. n ഇൻ്റർവെൽസ് നമ്മൾ ആഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം x0 to x0 plus nh f of x dx is equal to കോമൺ എടുക്കുക, h/2 കോമൺ എടുത്തു. പിന്നെ എല്ലാ ടേംസും നമുക്ക് y0യും yn ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. സോ y0 പ്ലസ് yn ഈക്വേഷൻ അങ്ങ് പഠിക്കുക, h/2 ഇൻറ്റു y0 പ്ലസ് yn പ്ലസ് 2 ടൈംസ് y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര അപ് ടു yn-1. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ട്രപ്പീസോയിഡൽ റൂളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ട്രപ്പീസം ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നിങ്ങളങ്ങ് പഠിക്കുക. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തത് നമ്മുടെ സിംസൺസ് 1/3 റൂൾ. സിംസൺസിന് 2 റൂളുണ്ട്. ഒന്നാമത്തെ റൂള് സിംസൺസ് 1/3 റൂള്. ഓക്കെ, സിംസൺസ് 1/3 റൂളിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ട്രപ്പീസിയമായിട്ടല്ല അസ്യൂം ചെയ്യുന്നത്, ഈ ഒരു കർവിനെ ഞാൻ പാരാബോളായിട്ടായിരിക്കും അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഈ കർവിനെ ട്രപ്പീസിയമായിട്ട് അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും എറർ കൂടുതലായിരിക്കും, പക്ഷേ പാരാബോളായിട്ട് അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും എറർ കുറവായിരിക്കും. സോ സിംസൺസ് റൂളിൽ ഞാൻ അതിനൊരു പാരാബോളായിട്ട് അസ്യൂം ചെയ്തിട്ട് ഓരോ ഇൻ്റർവെൽസിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് അതെല്ലാം കൂടി ആഡ് ചെയ്യും. അങ്ങനെ ഓരോ ഇൻ്റർവെൽസിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് h/3 ഇൻറ്റു y0 പ്ലസ് yn പ്ലസ് 4 ഇൻറ്റു, അതായത് 4 ഇൻറ്റു ഈവൻ ഇൻ്റർവെൽസ് ആണ്. y1 എന്ന് പറയുന്നത് ഒന്നാമത്തത് y0 ആയതുകൊണ്ട് ഈവൻ ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ y1 പ്ലസ് y3 പ്ലസ് y5 എക്സെട്ര 4 ടൈംസ് ഈവൻ ഇൻ്റർവെൽസ്. ഈവൻ ഓർഡിനേറ്റ്സ് എന്ന് പറയും, ഇൻ്റർവെൽസ് അല്ല, ഈവൻ ഓർഡിനേറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഈവൻ ഓർഡിനേറ്റ്സ് പ്ലസ് 2 ടൈംസ് ഓഡ് ഓർഡിനേറ്റ്സ്. ഓഡ് ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് y2 y4 എക്സെട്ര അപ് ടു yn-2. ഫസ്റ്റ് ഓർഡിനേറ്റ് y0 ആയതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഈവൻ ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞത്, ഇത് ഓഡ് ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സോ സിംസൺസ് 1/3 റൂൾ അനുസരിച്ച് ഇവിടെ h/3 വരും. h/3 ഇൻറ്റു y0 പ്ലസ് yn പ്ലസ് 4 ഇൻറ്റു y1 പ്ലസ് y3 പ്ലസ് എക്സെട്ര പ്ലസ് 2 ഇൻറ്റു y2 പ്ലസ് y4 പ്ലസ് എക്സെട്ര. ഇതാണ് സിംസൺസ് 1/3 റൂൾ. സിംസൺസ് 1/3 റൂളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിംസൺസ് 1/3 റൂളിൽ n എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കണം എപ്പോഴും. ഓക്കെ, n എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ഷുഡ് ബി ഈവൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിൽ വെച്ചേക്കുക. സിംസൺസ് 1/3 റൂളിനകത്ത് നമുക്ക് n-ൻ്റെ വാല്യൂ ഈവൻ ആയിരിക്കണം. ഇനി n-ൻ്റെ വാല്യൂ ഈവൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും? n-ൻ്റെ വാല്യൂ ഈവൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ഒരു സിമ്പിൾ ഡൗട്ടാണ്. പറഞ്ഞു, ഗസ് ചെയ്തു എല്ലാവരും. ഞാൻ ഈ ഫിഗർ കാണിക്കാം. ഈ ഫിഗറിൽ നമ്പർ ഓഫ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് ഓഡാണ്, ഈവൻ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംസൺസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈവൻ വരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മറ്റേ ആവറേജ് ആണ്. ഈവൻ വരെ ഉള്ളത് കണ്ടുപിടിക്കും. സിംസൺസ് റൂൾ വെച്ചിട്ട് ഈവൻ വരെ ഉള്ളത് കണ്ടുപിടിക്കും. അതിനുശേഷം ലാസ്റ്റത്തെ നമ്മൾ ഒരു ട്രപ്പീസിയമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ അത്?
ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് സിംസൺസ് 3/8 റൂൾ. ഇവിടെയും ഇക്വേഷൻ പഠിച്ചാൽ മതി നിങ്ങൾക്ക്. ഇക്വേഷൻ അവസാനത്തെ ഇക്വേഷൻ വരുന്നത് സിംസൺസ് 3/8 റൂളിൽ ഉള്ള ഇക്വേഷൻ 3h/8 ഇൻറ്റു y0 പ്ലസ് yn പ്ലസ് 3 ടൈംസ് ഈവൻ ഇൻ്റർവൽസ്, ഈവൻ ഓർഡിനേറ്റ്സ് y1 y2, ഈവൻ അല്ല സോറി തെറ്റിപ്പോയി, y1 പ്ലസ് y2, പിന്നെ y3 നമ്മൾ ഒമിറ്റ് ചെയ്യും, പിന്നെ y4 പ്ലസ് y5, y6 ഒമിറ്റ് ചെയ്യും, പിന്നെ y7 പ്ലസ് y8. അങ്ങനെ ഈ 3 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3യുടെ മൾട്ടിപ്പിൾസ് എല്ലാം ഇവിടെ ഒമിറ്റ് ചെയ്യും. ഓക്കെ, 3 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3യുടെ ടേംസ് വരുന്നതെല്ലാം ഒമിറ്റ് ചെയ്യും. അതിനുശേഷം ആ ഒമിറ്റ് ചെയ്ത ടേംസിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ ആണോ അത്? അപ്പോൾ 3/8 റൂളിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 3h/8 ഇൻറ്റു y0 പ്ലസ് yn പ്ലസ് 3 ടൈംസ് ദ ടേംസ് അതർ ദാൻ മൾട്ടിപ്പിൾസ് ഓഫ് 3 പ്ലസ് 2 times the terms with multiples of 3. അപ്പോൾ ഇതിനകത്തൊരു 3/8 റൂളിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3/8 റൂളിൽ the number of sub-intervals should be taken as multiple of 3. ഓക്കെ, നേരത്തെ ഈവൻ ഇൻ്റർവൽസ് എടുക്കണമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്പർ ഓഫ് സബ് ഇൻ്റർവൽസ് ഷുഡ് ബി ടേക്കൺ ആസ് മൾട്ടിപ്പിൾ ഓഫ് 3. നമ്മൾ ഇൻ്റർവൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളാണ് ഇൻ്റർവൽസ് ഡിവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവൽസ് ഡിവൈഡ് ചെയ്യുമ്പം മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3, 6, 9, 12, 15 അങ്ങനെ 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വേണം നമ്മൾ ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, അത് ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഇത് രണ്ടും ആണ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തത്. ബൂൾസ് റൂൾ എന്ന് പറയും. ബൂൾസ് റൂളിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം x0 to x0 പ്ലസ് nh f of x dx is equal to, ഈ ഇക്വേഷൻ ജസ്റ്റ് കാണാതെ പഠിക്കുക, 2h/45 ഇൻറ്റു 7y0 plus 32y1 plus 12y2 plus 32y3 plus 14y4. ഇനിയുള്ള ടേംസ്, അതായത് ആദ്യത്തെ 5 ടേംസ് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെയാണ്? 7y0, 32y1, 12y2, വീണ്ടും 32y3, പിന്നെ 14y4. ഇത്രയും ടേംസ് കഴിഞ്ഞാൽ ഈ 4 ടേംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 32y5, 12y6, 32y7, 14y8, വീണ്ടും 32y9, 12y10. അങ്ങനെ ആദ്യത്തെ ടേം ഒഴിച്ച് 4 ടേംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം 2h/45 ഇൻറ്റു 7y0, പിന്നത്തെ 4 ടേംസ് 32y1, 12y2, 32y3, 14y4, ഈ 4 ടേംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ബൂൾസ് റൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഇക്വേഷൻ ക്ലിയർ ആയോ? ഓക്കെ,
അടുത്ത ഇക്വേഷൻ വെഡിൽസ് റൂൾ എന്ന് പറയും. അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്. 3h/10 ഇൻറ്റു y0 പ്ലസ് 5y1 പ്ലസ് y2 പ്ലസ് 6y3 പ്ലസ് y4 പ്ലസ് 5y5 പ്ലസ് 2y6. അപ്പം ആദ്യത്തെ ഒഴിച്ച് 6 ടേംസ് 5 തൊട്ട് 5y1 പ്ലസ് y2 പ്ലസ് 6y3 പ്ലസ് y4 പ്ലസ് 5y5 ഇത്രയും കഴിഞ്ഞിട്ട് 2y6 കൂടെ എടുത്തതിന് ശേഷം ഇത്രയും ടേംസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 5y1 തൊട്ടുള്ള ടേംസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ ഇക്വേഷൻ കുറച്ച് പാടാണ് ബൈഹാർട്ട് ചെയ്യാൻ, എന്നാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും റെപ്പിറ്റേഷൻ ആയിരിക്കും. y7 തൊട്ടുള്ളത് ഇതിൻ്റെ റെപ്പിറ്റേഷൻ ആയിരിക്കും, y1 തൊട്ടുള്ളതിൻ്റെ റെപ്പിറ്റേഷൻ ആയിരിക്കും. ഈ ഒരു 6 ടേംസ് റിപ്പീറ്റ് ചെയ്ത് വരും, അത് കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും 5 റൂൾസാണ് നമുക്കുള്ളത്. സിലബസിൽ ന്യൂട്ടൺസ് ഓപ്പൺ ക്വാഡ്രേച്ചർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഏത് ഇക്വേഷൻ വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ് ഈ 5 ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഞാൻ പ്രോബ്ലം ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഈ ഒരു നോട്ടിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ 0 to 6 dx by 1 plus x square by using ഈ 4 ഇക്വേഷൻ യൂസ് ചെയ്യണം. ട്രപ്പിസോഡൽ റൂള്, സിംസൺസ് 1/3, സിംസൺസ് 3/8 ആൻഡ് വിഡിൽസ് റൂൾ. ഈ 4 ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. ഈ റിസൾട്ടുകൾ പരസ്പരം കമ്പയർ ചെയ്യുക. ഓക്കെ, റിസൾട്ട് കമ്പയർ ചെയ്യുക വിത്ത് ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം 0 to 6 dx by 1 plus x square എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ അറിയാം. ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇൻ്റഗ്രേഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കുക. ആക്ച്വൽ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ന്യൂമറിക്കൽ മെത്തേഡുമായിട്ട് നമ്മൾ ചെയ്ത ട്രപ്പിസോഡൽ റൂളും സിംസൺസ് റൂളും വെഡിൽസ് റൂളുമായിട്ട് ചെയ്ത മെത്തേഡുമായിട്ട് അതിൻ്റെ ആക്ച്വൽ വാല്യൂ കമ്പയർ ചെയ്യുക. എത്രയാണ് അതിൻ്റെ എറർ വരുന്നതെന്ന് കമ്പയർ ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to 6 ആയതുകൊണ്ട് ഞാൻ അതിനെ 6 ഇൻ്റർവൽസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. 0, 1, 2, 3, 4, 5, 6. എക്സിനെ ഞാൻ 6 ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻ്റർവൽ സൈസ് എന്ന് പറയുന്നത് 1 ആണ്. നമ്പർ ഓഫ് ഇൻ്റർവൽസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ഇൻ്റർവൽസ് ആണ്. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ 1, എന്നിൻ്റെ വാല്യൂ 6. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് മാറ്റി കഴിഞ്ഞാൽ 1/1 plus x square ആണ്. സോ 1/1 plus 0 square 1 കിട്ടി. ഇതാണ് നമ്മുടെ y0. ഇനി 1/1 plus 1 square, അതായത് 1/2 എന്ന് പറയുമ്പം 0.5. അതുപോലെ 1/5 0.2. അങ്ങനെ എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് y വാല്യൂസ് കിട്ടും. എഫ് ഓഫ് എക്സ് ആണിത്. 1/1 plus x square എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ്. അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് y വാല്യൂസ് കിട്ടും. ആ y വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. ഞാനിതിപ്പം പറഞ്ഞു പോകുന്നെങ്കിൽ നിങ്ങളിതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇത്രയും ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രപ്പിസോഡൽ റൂൾ അനുസരിച്ച് എത്രയാണ് ട്രപ്പിസോഡൽ റൂളിൻ്റെ എന്താണ് ട്രപ്പിസോഡൽ റൂളിൻ്റെ ഇക്വേഷൻ? h/2 × y0 പ്ലസ് ഇവിടെ നമുക്ക് ഉള്ളത് y0യും ലാസ്റ്റ് വാല്യൂ y6 ആണ്, പ്ലസ് 2 times y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് y4 പ്ലസ് y5. എച്ച് എന്ന് പറയുന്നത് ഇൻ്റർവൽ സൈസ് ആണ്. ഇൻ്റർവൽ സൈസ് 1 ആണ്. സോ 1/2 ഇൻറ്റു y0 വാല്യൂ 1, y6 വാല്യൂ 0.027 പ്ലസ് 2 times ബാക്കി വാല്യൂസ്.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടുന്നത് 1.4108 എന്ന് കിട്ടും. 1.4108 എന്ന് വാല്യൂ കിട്ടും. ഇനി സിംസൺസ് റൂളിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്പർ ഓഫ് ഇൻ്റർവെൽസ് 6 ആണ്. സോ ഈവൻ നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി h/3 ഇൻറ്റു y0 പ്ലസ് y6 പ്ലസ് 4 ടൈംസ് ഈവൻ ഓർഡിനേറ്റ്സ് പ്ലസ് 2 ടൈംസ് ഓഡ് ഓർഡിനേറ്റ്സ്. അപ്പം 1/3 h/3 1/3 ഇൻറ്റു y0 പ്ലസ് y6 പ്ലസ് 4 ടൈംസ് y1 0.5 0.1 പിന്നെ 0.0385 പ്ലസ് 2 ടൈംസ് 0.2 0.0588. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ആൻസർ 1.3662 എന്ന് കിട്ടും. ഇനി സിംസൺസ് 3/8 റൂൾ. 3/8 റൂളിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ഷുഡ് ബി മൾട്ടിപ്പിൾ ഓഫ് 3. ഇൻ്റർവെൽസിൻ്റെ എണ്ണം 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ഇവിടെ നമുക്കറിയാം 6 ഇൻ്റർവെല്ലാണ്. 6 ഇൻ്റർവെൽ ആയപ്പം അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ അത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ 3h/8 ഇൻറ്റു y0 പ്ലസ് y6 പ്ലസ് 3 ടൈംസ് y1 പ്ലസ് y2 പ്ലസ് y4 പ്ലസ് y5 പ്ലസ് 2 ടൈംസ് y3. കാരണം 3 മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ 3യുടെ ടേം ഒഴിവാക്കി. അതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 1.3571 എന്ന് കിട്ടും. ഓക്കെ, സിംസൺസ് 3/8 റൂൾ ചെയ്തപ്പോൾ. അടുത്തത് വെഡിൽസ് റൂളാണ്. വെഡിൽസ് റൂളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. 3h/10 ഇൻറ്റു y0 പ്ലസ് 5y1 പ്ലസ് y2 പ്ലസ് 6y3 പ്ലസ് y4 പ്ലസ് 5y5 പ്ലസ് y6. ഈ ഇക്വേഷൻ അതുപോലെ എഴുതുക. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആൻസർ 1.3735 കിട്ടും. ഓക്കെ, ഇനി ആക്ച്വലി നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ 0 to 6 dx/1 + x² എന്ന് പറയുമ്പോൾ 1/1 + x²ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x ആണ്. 1/1 + x² ഇൻ്റഗ്രൽ tan ഇൻവേഴ്സ് x ആണ്. ടേക്കിംഗ് tan ഇൻവേഴ്സ് x ഫ്രം 0 to 6. സോ tan ഇൻവേഴ്സ് 6 എന്ന് പറയുന്നത് 1.4056 കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ കോളം എടുക്കുക, അതിൽ ലോവർ ലിമിറ്റ് 0 കൊടുക്കുക, അപ്പർ ലിമിറ്റ് 6 കൊടുക്കുക, ഇക്വേഷനകത്ത് 1/1 + x² എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ടു അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടിക്കോളും. കാൽക്കുലേറ്ററിൽ ആർക്കെങ്കിലും ചെയ്യാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം അത്. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെടുത്ത് നോക്കിയാൽ മതി. കാൽക്കുലേറ്ററിനകത്ത് ഇൻ്റഗ്രൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ വീഡിയോ കിടപ്പുണ്ട്. ഈ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ട്രപ്പീസോയിഡൽ റൂളിനകത്തുള്ള റിസൾട്ടാണ്. ഏകദേശം മാച്ച് ചെയ്യുന്നുണ്ട്. 1.4 ഇവിടെ ഏകദേശം 1.4 വരുന്നുണ്ട്. മറ്റേതെല്ലാം കുറച്ച് ലോവർ വാല്യൂസ് ആണ്. പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്നത് വെഡിൽസ് റൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റഗ്രൽ ഫൗണ്ട് ബൈ വെഡിൽസ് റൂൾ ഈസ് ദ നിയറസ്റ്റ് ടു ദി ആക്ച്വൽ വാല്യൂ. അതാണ് നിയറസ്റ്റ്. വെഡിൽസ് റൂളിൽ 1.37 അല്ലേ കിട്ടിയുള്ളൂ. ട്രപ്പീസോയിഡൽ റൂളിൽ 1.41 അല്ലേ. അപ്പം ട്രപ്പീസോയിഡൽ റൂളാണ് കുറച്ച് ഈ ഒരു കേസിൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് അസൈൻമെൻറ്റ് കൂടി തരാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഇവിടെ തന്നെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, എല്ലാം വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ സർ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഗേൾസ് ആർക്കെങ്കിലും? അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക.
ഓക്കെ, സംശയം വല്ലതുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയ്ക്കകത്ത് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്ലൈൻ ഇൻ്റഗ്രേഷൻ ഉണ്ട്. അതായത് ക്യൂബിക് സ്പ്ലൈൻ ആൻഡ് ക്വാഡ്രാറ്റിക് സ്പ്ലൈൻ എന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരും. അത് തിയറി പോർഷൻസ് ആണ്, കുറച്ച് തിയറിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അസൈൻമെൻറ്റായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി. കുറച്ച് വർക്കൗട്ട് ചെയ്യാനുള്ള എക്സാമ്പിൾസും ആ ഒരു സ്പ്ലൈൻ ഇൻ്റഗ്രേഷനും കൂടെ ചേർത്ത് ഞാൻ അസൈൻമെൻറ്റ് ഞാൻ ഉടനെ തരാം നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. സെക്കൻഡ് മൊഡ്യൂളല്ല, തേർഡ് മൊഡ്യൂളാണ് ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് മൊഡ്യൂൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. സിലബസ് കാണുന്നുണ്ടോ? കാണാം സാർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ കഴിഞ്ഞു. ഇനി ക്വാഡ്രാറ്റിക് ക്യൂബിക് സ്പ്ലൈൻ അതൊരു ഇൻ്റഗ്രേഷൻ ടെക്നിക്കാണ്. നമുക്ക് അതിനകത്ത് ക്വാഡ്രാറ്റിക് സ്പ്ലൈൻ്റെ പ്രോബ്ലംസേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നെറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെഫർ ചെയ്തിട്ട് അത് എഴുതുക. എന്നിട്ട് സംശയം എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ജസ്റ്റ് കുറച്ച് തിയറിയാണത്. ഓക്കെ, ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് തരാം. നമ്മൾ പിന്നെ അതിന് ശേഷം ഡേറ്റ സ്മൂത്തിങ് പഠിച്ചു. പിന്നെ എക്സ്പോണൻഷ്യൽ മോഡൽ, പവർ ഇക്വേഷൻ, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ളത് തൊട്ടടുത്ത മൊഡ്യൂൾ, അതായത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് വീണ്ടും ഒപ്റ്റിമൈസേഷനാണ്. അത് നമുക്ക് അവസാനം നോക്കാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് 5ാമത്തെ മൊഡ്യൂളാണ്. 5ാമത്തെ മൊഡ്യൂൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനാണ്. നമ്മളിപ്പം പഠിക്കുന്ന ടെക്നിക്സ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, പിന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഈ 2 കാര്യങ്ങളുമാണുള്ളത്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ന്യൂമറിക്കൽ മെത്തേഡ്സ് കുറച്ച് സിമ്പിളാണ്. ഒപ്റ്റിമൈസേഷൻ വരുമ്പോഴാണ് കുറച്ച് കട്ടിയായിട്ട് തുടങ്ങുന്നത്. ഇനിയുള്ള ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ന്യൂമറിക്കൽ മെത്തേഡ്സ് എല്ലാം കുറച്ച് സിമ്പിളാണ്. ഒപ്റ്റിമൈസേഷൻ്റെ 1-2 മൊഡ്യൂൾസ് കുറച്ച് ടഫാണ്. അപ്പോൾ ഇതുവരെയുള്ളതിൽ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണല്ലോ? സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ. ഓക്കെ, സാജിദ് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി ഗേൾസ് ഒന്നും പറയുന്നില്ല. ഇപ്പം എന്തായാലും ഈ ഒരു ഇതിനകത്ത് സീരീസ് എളുപ്പമായതുകൊണ്ട് നിങ്ങൾ ആരും കംപ്ലയിൻറ്റ് പറഞ്ഞില്ല. പക്ഷേ SI3 നിങ്ങൾ എല്ലാവരും കംപ്ലയിൻറ്റ് പറയും. അതുകൊണ്ട് നിങ്ങൾ സംശയങ്ങൾ തീർത്ത് പോവുക. ഞാൻ ഓപ്പൺ ബുക്ക് എക്സാം ആയതുകൊണ്ടാണ് കുറച്ച് കട്ടി ക്വസ്റ്റ്യൻസ് ഇട്ടത്, പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഇട്ടത് അതുകൊണ്ടാണ്. ഓപ്പൺ ബുക്ക് എക്സാമിന് നിങ്ങൾക്ക് ജസ്റ്റ് തുറന്നു വെച്ചിട്ട് എഴുതിയാൽ മതിയല്ലോ, ഒന്നും ചിന്തിക്കാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പറയാം.